നമസ്കാരം, സ്മാർട്ട് ഇൻവെസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്യൂച്ചറിസ്റ്റിക് പ്രൈസിംഗ് ആണ്. ഡിവിഡൻഡ് ഈസ് ഓക്കെ, അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് എന്തെങ്കിലും കിട്ടണം. അപ്പോൾ റിസൾട്ട് സീസൺ സ്വിംഗ് ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചലഞ്ചിങ് ആണ്. മെഷർ ചെയ്യുന്ന ഓപ്ഷൻസിൻ്റെ പ്രീമിയം മെഷർ ചെയ്യുന്ന ഒരു 5-6 ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം ഏത് ഇവൻറ്റിന് മുമ്പും അൺസർട്ടനിറ്റി കൊണ്ടിട്ട് ഒരു ഭയം, ഒരു ഫിയർ സ്റ്റാർട്ട് ചെയ്യും. ആ ഫിയർ ഈ വോളറ്റാലിറ്റി ഭയങ്കരമായിട്ട് പോകും. അദാനി എൻ്റർപ്രൈസ് പോലുള്ള കമ്പനി ഒരു പ്രോജക്റ്റ് കിട്ടുമ്പോൾ അവരെ പ്രോജക്റ്റ് മുഴുവൻ ഫൈനാൻസ് ചെയ്യുന്നത് ഡെറ്റിൽ നിന്നാണ്. അപ്പോൾ VWAP ആണ് ഒരു ഇൻഡിക്കേറ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മണി ഡിസൈഡ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ക്വാർട്ടർലി റിസൾട്ട് സീസണിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. ദിവസവും ഒരുപാട് കമ്പനികളുടെ റിസൾട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കമ്പനിയുടെ റിസൾട്ട് ആ സെക്ടറിലെ മറ്റ് കമ്പനികളെ എങ്ങനെ ബാധിക്കുന്നു? ഡിവിഡൻഡ് പ്രഖ്യാപനത്തിന് പിന്നിലെ ട്രാപ്പുകൾ എന്തൊക്കെയാണ്? തുടങ്ങി റിസൾട്ട് സീസണുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതിനായി മൈഫിൻ TV-യുടെ മാർക്കറ്റ് അനലിസ്റ്റായ ശ്രീ മനോജ് അശോക് കുമാർ സാറാണുള്ളത്. സർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു മാം. താങ്ക് യു സർ, ഒരു കമ്പനിയുടെ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിലും റിസൾട്ട് വന്നതിന് ശേഷം സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡേഴ്സ് ഈ സീസണെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം? അതെ, ഒരു റിസൾട്ട് എന്ന് പറയുമ്പോൾ 2-3 കാര്യങ്ങളുണ്ട് അതിനകത്ത്. ആദ്യത്തേത്, അത് നമ്മൾ കാണുന്ന നമ്പേഴ്സ്, ഇത്ര പ്രോഫിറ്റ്, ഇത്ര ലോസ്, അങ്ങനെ ഉള്ള നമ്പേഴ്സ്. പിന്നെ ഒരുപാട് ഹിഡൻ കാര്യങ്ങളുണ്ട്. അതിൻ്റെ സെയിൽസ്, അതിൻ്റെ ഒരുപാട് ഓരോ ഇൻഡസ്ട്രിയിലും ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള ഹിഡൻ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട് ഒരു റിസൾട്ടിൽ. പിന്നെ ഈ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ആക്ടിവിറ്റിയാണ്. കഴിഞ്ഞ ക്വാർട്ടറിൽ എങ്ങനെ കമ്പനി ഓപ്പറേറ്റ് ചെയ്തു, കഴിഞ്ഞ വർഷം കമ്പനി എങ്ങനെ ഓപ്പറേറ്റ് ചെയ്തു, ഇതിൻ്റെ ബേസിലാണ്. ഷെയർ പ്രൈസ് എന്ന് പറയുമ്പോൾ എന്നും ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആണ്. നാളെ കമ്പനി എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ് ഒരു പെർട്ടിക്കുലർ ഷെയറിൻ്റെ പ്രൈസ്. അപ്പം അതനുസരിച്ചിട്ട് മാർക്കറ്റിനൊരു എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ കാണുന്ന വളരെ മനോഹരമായ 100% പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞ് വരുന്ന റിസൾട്ടിന് പോലും ഭാവി ഇല്ലെന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റ് എടുക്കില്ല, പോസിറ്റീവായിട്ട് എടുക്കില്ല. അപ്പം അതിൻ്റെ അണ്ടർലൈങ് ഇൻഫർമേഷൻ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഓരോ ഇൻഡസ്ട്രിക്കും വ്യത്യസ്തമാണ്. ബാങ്കിന് വ്യത്യാസമാണ്, IT-ക്ക് വ്യത്യസ്തമാണ്. ഏത് ഇൻഡസ്ട്രി എടുത്താലും അതിന് അതിൻ്റേതായിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതുകൊണ്ട് നല്ല റിസൾട്ട് ഷെയർ പ്രൈസ് മുകളിൽ പോകുന്നു, മോശം റിസൾട്ട് ഷെയർ പ്രൈസ് താഴെ വരുന്നു, അങ്ങനെ ഒരു ഇത് കണക്കാക്കാൻ പറ്റില്ല. ഷെയർ പ്രൈസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഫ്യൂച്ചറിസ്റ്റിക് പ്രൈസിംഗ് ആണ്. പാസ്റ്റ് റിസൾട്ടിനുള്ള അതിനുള്ള ഇൻഫ്ലുവൻസ് വളരെ കുറവാണ്. നമുക്ക് 4 തരം ട്രേഡേഴ്സാണ് ഉള്ളത്. ഒന്ന്, ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നൊരു സംഭവമില്ല. നിങ്ങൾ ഇന്ന് മേടിക്കൂ, 25 വർഷം കഴിഞ്ഞ് നിങ്ങൾ വിൽക്കണം, മേടിച്ചത് വിൽക്കണം, വിറ്റത് മേടിക്കണം, ഒരു ട്രേഡ് നടക്കണം, എന്നാലേ നിങ്ങൾ പ്രോഫിറ്റ് റിയലൈസ് ആകുന്നുള്ളൂ. അങ്ങനെ ഒരു വിഭാഗം. രണ്ടാമത്, നമുക്ക് അതിന് നേരെ ഓപ്പോസിറ്റ് സ്കാൽപ്പേഴ്സ് എന്ന് പറയും. കുറച്ച് മൊമെൻറ്റിന് കുറച്ച് മിനിറ്റുകൾക്ക് ട്രേഡ് ചെയ്യുന്നവർ, 5 മിനിറ്റ്, 3 മിനിറ്റ്, 2 മിനിറ്റ്, ഒരു 10-100 ട്രേഡൊക്കെ ഒരു ദിവസം ചിലപ്പോൾ എടുക്കും. അവരെങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതെന്നുള്ള ഐഡിയ എനിക്കില്ല. അങ്ങനെ ഉള്ളൊരു വിഭാഗം ട്രേഡേഴ്സ്. പിന്നെ ഡേ ട്രേഡ്, ഒരു ദിവസം 2-3 ട്രേഡ് എടുക്കും. രാവിലെ വരും, മേടിക്കും, അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പ്രോഫിറ്റ് കിട്ടിയാൽ അവർ പ്രോഫിറ്റ് എടുക്കും. അല്ലെന്നുണ്ടെങ്കിൽ ലോസ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് തട്ടി, അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് അതേ ദിവസം അവർ ട്രേഡ് അവസാനിപ്പിക്കും. അവർ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യില്ല. പിന്നെ 4ാമത്തെ വിഭാഗമാണ് സ്വിംഗ് ട്രേഡേഴ്സ്. സ്വിംഗ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ന് മേടിക്കുന്ന ഷെയർ ഒരു മാക്സിമം ഒരാഴ്ച വരെ അവർ വെക്കും. അപ്പോൾ ഈ ഈവൻറ്റ്സ് ഏത് തരം ഈവൻറ്റ്സ് ആയിക്കോട്ടെ, ഒന്നുകിൽ കോർപ്പറേറ്റ് ഈവൻറ്റ്സ് ആകാം, ഇപ്പോൾ വരുന്ന പോലെ ക്വാർട്ടർലി റിസൾട്ട്സ് ആകാം, അല്ലെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ, നമ്മുടെ വാറ്, ഹോർമോസ്, അങ്ങനെ ഗ്ലോബൽ ഈവൻറ്റ്സ് ആകാം. എല്ലാ ഈവൻറ്റ്സും ഈ സ്വിംഗ് ട്രേഡേഴ്സിനെ എഫക്റ്റ് ചെയ്യും. ഡേ റിസ്ക് അവരെടുക്കുന്നു, ഓവർനൈറ്റ് റിസ്ക് എന്ന് നമ്മൾ പറയും. ഇപ്പോൾ ഇന്ന് രാത്രിയിൽ യൂറോപ്പിൽ, US-ൽ, ഗ്ലോബലി എന്ത് സംഭവിക്കുന്നതെന്നറിയില്ല. അപ്പോൾ നാളെ അത് ഗ്യാപ്പ് അപ്പാണോ ഗ്യാപ്പ് ഡൗൺ ആണോ എന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ റിസൾട്ട് സീസൺ സ്വിംഗ് ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചലഞ്ചിങ് ആണ്. എല്ലാ ട്രേഡേഴ്സിനും ചലഞ്ചിങ് ആണ്. സ്വിംഗ് ട്രേഡേഴ്സിന് അത് മാക്സിമം ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്.
ഒരു വ്യത്യാസം ഓപ്ഷൻസ് ചെയ്യുന്ന ആളുകൾക്ക്, അത് പ്രോപ്പറായിട്ട് അറിഞ്ഞ് പഠിച്ച് ഓപ്ഷൻസ് ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് സ്ട്രാറ്റജീസ് ഉണ്ട്, ഈ ഈവൻറ്റ് ബേസ്ഡ് സ്ട്രാറ്റജീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു സ്ട്രാറ്റജി ഞാൻ പറഞ്ഞാൽ സ്ട്രാഡിൽ എന്ന് പറയും. സ്ട്രാഡിൽ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പ്രൈസിന് ഒരൊറ്റ ഇതിൽ 2 ഓപ്ഷൻസ് നമ്മൾ മേടിക്കും, കാളും മേടിക്കും പുട്ടും മേടിക്കും. എന്നിട്ട് ഇതിനെ ഒരു സിംഗിൾ ട്രേഡായിട്ട് കാണും നമ്മൾ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ റിലയൻസ് എടുക്കാം. റിലയൻസ് 1400 രൂപ എന്ന് പറയുന്ന സ്ട്രൈക്ക് പ്രൈസിൽ 20 രൂപയുടെ കാളും മേടിച്ചു, 20 രൂപയുടെ പുട്ടും മേടിച്ചു. അത് സിംഗിൾ ട്രേഡായിട്ടാണ് കാണുന്നത്, 40 രൂപ. ഈവൻറ്റ് കഴിയുമ്പോൾ അത് ഗ്ലോബൽ ഈവൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്പെസിഫിക് കോർപ്പറേറ്റ് സ്പെസിഫിക് ഈവൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻഡസ്ട്രി സ്പെസിഫിക് ഈവൻ്റ് ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, ഇത് സ്വിങ് ആവും. അപ്പോൾ ഈ 20 രൂപ 40 രൂപ എൻ്റെ കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് 80 100 ഒക്കെ ആകാം. അപ്പോൾ എക്സിറ്റ് ചെയ്യുമ്പോൾ ഈ 2 ട്രേഡിൽ നിന്നും നമ്മൾ ഒരുമിച്ച് എക്സിറ്റ് ചെയ്യും. അങ്ങനെയുള്ള സ്ട്രാറ്റജീസ് ഉണ്ട് ഓപ്ഷൻ ട്രേഡേഴ്സിന്. പക്ഷേ നോർമൽ സ്റ്റോക്കോ ഫ്യൂച്ചേഴ്സോ ചെയ്യുന്ന ആളുകൾ വളരെ കെയർഫുള്ളായിട്ടിരിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് ഇത്. വളരെ സ്റ്റോപ്പ് ലോസ് വെക്കുക, സ്റ്റോപ്പ് ലോസ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അങ്ങനെയുള്ള കുറേ മെത്തേഡ്സ് അവിടെയുണ്ട്. പക്ഷേ സ്വിംഗ് ട്രേഡേഴ്സിന് ചലഞ്ചിങ് തന്നെയാണ് ഈ ഈവൻറ്റ് സീസൺ. അതുപോലെ ചില കമ്പനികൾ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഡിവിഡൻഡ് അല്ലെങ്കിൽ ബോണസ് ഷെയർസ് പ്രഖ്യാപിക്കാറുണ്ട്. ഈ വാർത്ത കേട്ട ഉടനെ നമ്മൾ പോയിട്ട് ഷെയർ പർച്ചേസ് ചെയ്യുന്നത് ഒരു നല്ല സ്ട്രാറ്റജിയാണോ? ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാഭവിഹിതം. അപ്പോൾ കമ്പനി ലാഭവിഹിതം അതിൻ്റെ ഓണേഴ്സുമായിട്ട്, ഷെയർ ഹോൾഡേഴ്സ് ഓണേഴ്സാണ്, ഓണേഴ്സുമായിട്ട് ഷെയർ ചെയ്യുന്നു, അതാണ് ഡിവിഡൻഡ്. പക്ഷേ ഡിവിഡൻഡ് ഒരു ട്രിക്കി കാര്യമാണ്. ഈ വലിയ വലിയ ഡിവിഡൻഡ് കൊടുക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? കമ്പനിക്ക് ആ പണം കൊണ്ട് ഉപയോഗമില്ല, അല്ലെങ്കിൽ കമ്പനിക്ക് എങ്ങനെ അത് ഉപയോഗിക്കാമെന്ന് അറിയില്ല. അപ്പോൾ അതിന് ഇന്നോവേഷന് വേണ്ടിയിട്ട്, എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഉള്ള പ്ലാൻ കമ്പനിക്കില്ല. അതാണ് ഈ ഹൈ ഡിവിഡൻഡ് കൊടുക്കുന്നതിൻ്റെ ഒരു കാര്യം. അപ്പോൾ അങ്ങനെ വളരെ ഹൈ ആയിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനി, ഫോർ എക്സാമ്പിൾ പബ്ലിക് സെക്ടർ കമ്പനി, ONGC, കോൾ ഇന്ത്യ, ഇപ്പോൾ LICയും അത് തുടങ്ങിയിട്ടുണ്ട്. വലിയ ഡിവിഡൻഡാണ് കൊടുക്കുന്നത്. ഗവൺമെൻറ് പൈസ വേണം, ഇത് ഗവൺമെൻറ് കമ്പനീസാണ്, ഗവൺമെൻറ്റാണ് മെയിൻ ഓണർ. ഇപ്പോൾ LICയുടെ 97% ഗവൺമെൻറ്റിൻ്റെ അടുത്താണ് ഷെയർസ്. അപ്പം ആ ഒരു ഇൻകത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഇൻസ്ട്രക്ഷനിൽ, ഓണേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷനിൽ അവർ വലിയ ഡിവിഡൻഡ് അവർ പേ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് മാർക്കറ്റിന് തരുന്നൊരു ഇൻഫർമേഷൻ, ഒരു ഡിവിഡൻഡ് ഈസ് ഓക്കെ, അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് എന്തെങ്കിലും കിട്ടണം, അപ്പം ഡിവിഡൻഡ് ഓക്കെ. പക്ഷേ അതിനെ മാർക്കറ്റ് കിട്ടുന്നൊരു ഒരു മെസ്സേജ്, ഇതുകൊണ്ട് കമ്പനിക്ക് ഫ്യൂച്ചർ എക്സ്പാൻഷൻ പ്ലാൻസ് ഇല്ല. അതാണ് വലിയ ഡിവിഡൻഡ് കൊടുത്താലുള്ളൊരു ഇഷ്യൂ. പക്ഷേ ഓണേഴ്സിന് എന്തെങ്കിലും കൊടുക്കാനായിട്ട് ചെറിയ ഡിവിഡൻഡ്, അത് ഒരു ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ ഒരു രീതിയായിട്ട് അങ്ങനെ പോകുന്നുണ്ട്, അത് ഓക്കെ. വലിയ ഡിവിഡൻഡ് എപ്പോഴും ഒരു ട്രാപ്പാണ്. അങ്ങനെയുള്ള പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ പെൻഷനേഴ്സ് ഈ ഡിവിഡൻഡ് ഇൻകത്തെ ആശ്രയിക്കുന്ന ആളുകളുണ്ട്. അത് ചിലപ്പോൾ ഇപ്പം ബാങ്കിൻ്റെ SBI അക്കൗണ്ടിൽ എത്ര 2-3% ഉണ്ട്, അതിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന കമ്പനീസുണ്ട്. അപ്പോൾ അതിനെ ആശ്രയിക്കുന്ന ആളുകൾക്ക് അതൊരു ഹെൽപ്പാണ്. പക്ഷേ മാർക്കറ്റ് അതിനെ കാണുന്നത് ഇവർക്ക് എക്സ്പാൻഷൻ പ്ലാൻ ഇല്ല, ഇവർക്ക് അത് യൂസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളില്ല. അപ്പോൾ കമ്പനിയുടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഷെയർ പ്രൈസ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിസ്റ്റിക് പ്രൈസാണ്. ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ് ഇന്നത്തെ മാർക്കറ്റിലെ ഷെയർ പ്രൈസ്. അപ്പം അതൊരു നെഗറ്റീവായിട്ട് മാർക്കറ്റ് കാണും, ഡിവിഡൻഡ് വലിയ ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്താൽ. രണ്ടാമത്, ഡിവിഡൻഡായിട്ട് കൊടുക്കണമെന്നില്ല. ആ പണം കമ്പനിക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പണം കമ്പനി എടുത്തിട്ട് ബോണസ് ഷെയർസ് കൊടുക്കും. അങ്ങനെ വരുന്നതാണ് ബോണസ് ഷെയർസ്. അക്യൂമുലേറ്റഡ് ആയിട്ട് വരുന്ന പ്രോഫിറ്റ്സ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഒരു രീതിയാണ് ബോണസ്. ബോണസ് എന്ത് ചെയ്യും? ഇപ്പം 1:1 ബോണസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് 100 ഷെയർ ഉണ്ടെങ്കിൽ അത് 200 ഷെയറായിട്ട് മാറും, 200 ഷെയറായിട്ട് മാറും. ഇപ്പം MRF കമ്പനി അറിയാമല്ലോ, MRF അറിയാമല്ലോ. MRFിൻ്റെ ഷെയർ പ്രൈസ് എത്രയാണെന്നറിയോ? 1,32,000 രൂപയാണ് ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന്. 1,32,000 രൂപ. ഇപ്പോൾ എനിക്ക് MRFിൻ്റെ ഒരു ഷെയർ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ 1,50,000 വരെ പോയിരുന്നു, ഇപ്പോൾ 1,32,000 ആയി. MRFിൻ്റെ ഒരു ഷെയർ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റ ഷെയർ 1,32,000 രൂപ ഞാൻ കൊടുക്കണം. അതിൻ്റെ പ്രശ്നം എന്താ? അവർ ബോണസ് കൊടുക്കാറില്ല, അവർ ഡിവിഡൻഡ് കൊടുക്കാറില്ല, അവരിങ്ങനെ അക്യുമുലേറ്റ് ഡിവിഡൻഡ് കൊടുക്കും, അവർ ബോണസ് ഒരിക്കലും ഇഷ്യൂ ചെയ്തിട്ടില്ല. പിന്നെ വേറൊരു ഇവൻ്റാണ് ഷെയർ സ്പ്ലിറ്റ്. ഇപ്പോൾ 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയറിനെ 10 ആക്കി സ്പ്ലിറ്റ് ചെയ്യും. ഇതൊക്കെ ലിക്വിഡിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്.
ഞാൻ ലിക്വിഡിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. രണ്ട് വ്യൂസ് ഉണ്ട്. ലിക്വിഡിറ്റിയുടെ ആവശ്യമില്ല, നമ്മൾ ഇൻവെസ്റ്റേഴ്സാണ്, ലിക്വിഡിറ്റിയുടെ ആവശ്യമില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഞാൻ ലിക്വിഡിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഫോർ എക്സാമ്പിൾ MRFൻ്റെ തന്നെ എക്സാമ്പിളിലോട്ട് ഞാൻ വന്നാൽ, എനിക്കിപ്പോൾ ഒരു 50,000 റുപ്പീസിൻ്റെ ആവശ്യമുണ്ട്. എൻ്റെ അടുത്ത് ഒരു ഷെയറിൽ ഉള്ളത് 1,32,000 രൂപയാണ്. ഞാൻ 1,32,000 രൂപയുടെ ഷെയർ വിറ്റിട്ട് അതിനകത്ത് 50,000 രൂപ എടുത്ത് യൂസ് ചെയ്താൽ എൻ്റെ MRFിൻ്റെ ഓണർഷിപ്പ് പോയി. ആ 1,32,000 എന്നുള്ളിടത്ത് ഒരു 1,300 രൂപയാണെന്നുണ്ടെങ്കിൽ ഈ ബോണസിലൂടെ ഷെയർ സ്പ്ലിറ്റിലൂടെ 1,300 രൂപയ്ക്ക് എനിക്ക് ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 1,300ൻ്റെ 100 ഷെയറാണ് എൻ്റെ അടുത്തുള്ളതെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് 20-30 ഷെയർ വിറ്റാൽ എൻ്റെ ആവശ്യം കഴിഞ്ഞു. അപ്പോൾ ഈ ലിക്വിഡിറ്റി ഒരു വലിയൊരു ഇഷ്യൂ ആണ് മാർക്കറ്റിൽ. ഇപ്പം റിലയൻസിന് ഞാൻ പറയുന്നത് ഏറ്റവും വലിയ കമ്പനി 1,400 രൂപ റിലയൻസിൻ്റെ പ്രൈസ്. അതുപോലെ HDFCയുടെ പ്രൈസ് 700 രൂപ 800 രൂപ. അപ്പം ഞാൻ ഈ ട്രേഡിങ്ങിൻ്റെ പർപ്പസിനാണെന്നുണ്ടെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പർപ്പസിനാണെന്നുണ്ടെങ്കിലും ഇല്ലിക്വിഡ് കമ്പനീസിൽ അല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് ബോണസിൻ്റെയും ഡിവിഡൻറ്റിൻ്റെയും ഷെയർ സ്പ്ലിറ്റ്, വേറൊരു ഇവൻ്റാണ് ഷെയർ സ്പ്ലിറ്റ്. ഇതിൻ്റെ ഒരു യൂട്ടിലിറ്റിയും ഇതും വലിയ ഡിവിഡൻറ്റ് പേയിങ് കമ്പനീസ് നമ്മൾ അത്ര പ്രിഫർ ചെയ്യില്ല. അവർക്ക് എക്സ്പാൻഷൻ പ്ലാൻ ഇല്ല, ഈ ഉണ്ടാകണമെന്നില്ല. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ എക്സ്പാൻഷൻ പ്ലാനിന് വേണ്ടിയിട്ട് പുതിയ ക്യാപിറ്റൽ അവർ കൊണ്ടുവരേണ്ടി വരും. അതൊക്കെ കൊണ്ട് വലിയ ഡിവിഡൻറ്റ് പേയിങ് കമ്പനീസ് നമ്മളത് പ്രിഫർ ചെയ്യില്ല. ബോണസ് ഈസ് ഓക്കെ, ബോണസ് ഈസ് വെൽ ആൻഡ് ഗുഡ്. ബോണസ് ലിക്വിഡിറ്റി കൊണ്ട് തരുന്നു, നമുക്ക് നമ്മുടെ ഷെയർ ട്രേഡബിളാക്കി മാറ്റുന്നു. അപ്പോൾ എനിക്ക് ചെറിയൊരു എമൗണ്ട് വെച്ചിട്ടും അതിനകത്ത് ഷെയർ മേടിക്കാൻ പറ്റും, ചെറിയൊരു എമൗണ്ടിന് വേണ്ടിയിട്ട് എക്സിറ്റ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് ഗുണം. ഒരു മേജർ കമ്പനി വളരെ വീക്കായ ഒരു റിസൾട്ട് പ്രഖ്യാപിച്ചാൽ ആ സെക്ടറിലെ തന്നെ മറ്റ് കോമ്പറ്റീറ്റർ കമ്പനികളുടെ ഒരു സ്റ്റോക്ക് പ്രൈസ് മൂവ്മെൻറ്റിനെ അത് എത്രത്തോളം സ്വാധീനിക്കും? ഞാനൊരു സെക്ടർ എടുക്കാം. ഫോർ എക്സാമ്പിൾ IT സെക്ടർ. IT സെക്ടറിലെ ലീഡിങ് കമ്പനീസ് TCS, ഇൻഫോസിസ്, HCL, ഇങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് കമ്പനീസ് ഉണ്ട്. ഇപ്പോൾ ആദ്യം റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ TCS ആണ്. നമുക്ക് TCS ആണ് ITയുടെ ലീഡർ ഇപ്പം ആസ് ഓഫ് നൗ. കുറച്ച് നാൾ മുമ്പ് വരെ ഇൻഫോസിസ് ആയിരുന്നു, ഇപ്പോൾ TCS ആണ് ലീഡർ. ഇപ്പോൾ TCSൻ്റെ റിസൾട്ട് നെഗറ്റീവായിട്ട് വരുന്നു. ഇത് എക്സാമ്പിളാണ് കേട്ടോ, പ്യൂർലി എക്സാമ്പിൾ, നോ ദിസ് വൺ. നെഗറ്റീവായിട്ട് വരുന്നു. അപ്പം അത് മാർക്കറ്റ് കാണുന്നത് ഇൻഡസ്ട്രി മുഴുവനായിട്ടുള്ളൊരു ഇഷ്യൂ ആണോ? ഇപ്പം റിസൾട്ട് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പുതിയ പ്രോജക്റ്റ് കിട്ടുന്നില്ല, പുതിയ റവന്യൂസ് വരുന്നില്ല, പ്രോഫിറ്റബിലിറ്റി ഇഷ്യൂസ് എന്നുണ്ടെങ്കിൽ കോസ്റ്റ് വല്ലാതെ കൂടി, ഇപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഇത് ഇൻഡസ്ട്രിയുടെ നേച്ചറാണോ എന്ന് ആണ് മാർക്കറ്റ് ആദ്യം നോക്കുന്നത്. അപ്പം നാച്ചുറലായിട്ട് ഇപ്പം TCSന് മോശം റിസൾട്ട് വരുന്നു, TCSൻ്റെ ഷെയർ പ്രൈസ് 5% താഴെ പോകുന്നുണ്ടെങ്കിൽ അത് നാച്ചുറലായിട്ട് ഇൻഫോസിസിനെയും ബാധിക്കും, HCLനെയും ബാധിക്കും, വിപ്രോയെ ബാധിക്കും, മഹീന്ദ്ര, എല്ലാ ഇൻഡസ്ട്രിയുടെ എല്ലാ കമ്പനീസിനെയും അത് അറ്റ്ലീസ്റ്റ് ആ ദിവസത്തേക്ക് അത് ബാധിക്കും. അവരുടെ ഇൻഡിവിജ്വൽ കമ്പനീസിൻ്റെ റിസൾട്ടുമായിട്ട് വരുന്നത് വരെ. പക്ഷേ 2-3 കമ്പനീസ് ഇതുപോലെ ഇതേ പാറ്റേണിലാണ് റിസൾട്ടെങ്കിൽ അത് ഇൻഡസ്ട്രിയെ മുഴുവൻ ബാധിക്കും. അത് ഇൻഡസ്ട്രിയുടെ മുഴുവൻ കമ്പനീസിനെയും ഇങ്ങനെയാണ് എന്നുള്ളത് അത് മാർക്കറ്റിന് മനസ്സിലാവും. അതാണ് അതിൻ്റെ കാര്യം. പക്ഷേ ഇപ്പം TCSൻ്റെ മോശം റിസൾട്ട് വന്നു, അത് കഴിഞ്ഞ് റിസൾട്ട് ഡിക്ലെയർ ചെയ്തത് ഇൻഫോസിസ് ആണ്. ഫോർ എക്സാമ്പിൾ ഇൻഫോസിസ് ഒരു പോസിറ്റീവ് റിസൾട്ടാണ് വരുന്നത്, HCL മോശം റിസൾട്ട്, വിപ്രോ നല്ല റിസൾട്ട്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മിക്സ്ഡ് റിസൾട്ട് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് ഇൻഡിവിജ്വൽ ഷെയർസിനെ ബാധിക്കണമെന്നില്ല. എന്നുപറഞ്ഞാൽ കുറേയൊക്കെ കറക്ഷൻ കിട്ടും. അത് മുഴുവൻ ഇൻഡസ്ട്രിയെ ബാധിക്കുന്നൊരു ഇഷ്യൂ അല്ല, അത് സ്പെസിഫിക് കമ്പനീസിനെ ബാധിക്കുന്ന കാര്യമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് മിക്സ്ഡ് ആയിട്ട് മാറും. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് IT സെക്ടറിനെ വല്ലാതെ ബാധിച്ചു. അത് എല്ലാ കമ്പനീസിനെയും ബാധിച്ചു. TCS, അത് കഴിഞ്ഞ് വന്ന് ഇൻഫോസിസ്, HCL, മഹീന്ദ്ര ടെക്നോളജി മുതൽ എല്ലാ ഹൈ ക്യാപ് കമ്പനീസ്, മിഡ് ക്യാപ് കമ്പനീസ്, ലോ ക്യാപ് കമ്പനീസ് എല്ലാത്തിനെയും അത് ബാധിച്ചു, കൺസിസ്റ്റൻ്റായിട്ട് ബാധിച്ചു. അതുപോലെ മാർക്കറ്റ് അത് കാണുന്നത് ഇത് ഇൻഡസ്ട്രി അക്രോസ് ഉള്ളൊരു സിംറ്റമാണോ എന്നാണ് മാർക്കറ്റ് നോക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വരുന്ന റിസൾട്ടാണെന്നുണ്ടെങ്കിൽ, അത് മോശം റിസൾട്ടാണെന്നുണ്ടെങ്കിൽ അത് ഇൻഡസ്ട്രിയെ മൊത്തം എല്ലാ കമ്പനീസിനെയും അത് എഫക്റ്റ് ചെയ്യും. പർട്ടിക്കുലർലി അത് ഒരു ലീഡർ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. അതാണ് അതിൻ്റെ ഒരു നേച്ചർ. ബാങ്കിങ്ങിൽ ഇപ്പോൾ HDFC മോശം റിസൾട്ടുമായിട്ട് വന്നാൽ HDFCയെ ഷെയർ പ്രൈസിനെ ബാധിക്കും. അതുപോലെ ഇൻഫോസിസിൻ്റെ ICICI ബാങ്കിൻ്റെ ഷെയർ പ്രൈസിനെ ബാധിക്കും, ആക്സിസ് ബാങ്കിൻ്റെ ഷെയർ പ്രൈസിനെ ബാധിക്കും,
എല്ലാ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിൻ്റെ ഷെയർ പ്രൈസിനെയും അത് ബാധിക്കുമെന്നല്ല ബാധിക്കും. അവരവരുടെ ഇൻഡിവിജ്വൽ റിസൾട്ടുമായിട്ട് വരുന്നത് വരെ. അതാണ് അതിൻ്റെ നേച്ചർ. റിസൾട്ട് വരാൻ പോകുന്ന സമയത്ത് സ്റ്റോക്ക് ഓപ്ഷൻ പ്രീമിയം വളരെ കൂടുതലായിരിക്കും. എന്നാൽ റിസൾട്ട് വന്ന ഉടനെ മാർക്കറ്റ് മൂവ്മെൻറ്റ് വലിയ തോതിൽ ഉണ്ടായില്ലെങ്കിൽ അത് ഓപ്ഷൻ പ്രീമിയത്തെ എങ്ങനെ ബാധിക്കും? നമ്മൾ ഓപ്ഷൻസ് മെഷർ ചെയ്യുന്ന, ഓപ്ഷൻസിൻ്റെ പ്രീമിയം മെഷർ ചെയ്യുന്ന ഒരു 5-6 ഫാക്ടേഴ്സ് ഉണ്ട്. 5 ഫാക്ടേഴ്സ് ഉണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറാണ് വോളറ്റാലിറ്റി എന്ന് പറയും. അപ്പോൾ ഓപ്ഷൻസ് നമ്മൾ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വീഗ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ഉണ്ട്, അതിൻ്റെ ബേസിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഈ എന്ത് ഇവൻ്റ് വരുന്നതിന് മുമ്പും ഈ വോളറ്റാലിറ്റി ഭയങ്കരമായിട്ട് കൂടും. ഈ വോളറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ല. അതെന്ന് വെച്ചാൽ നമ്മുടെ ഫിയർ, ഗ്രീഡ് ഫാക്ടർ കൊണ്ടിട്ട് വരുന്നൊരു ഒരു ഇതാണ് വോളറ്റാലിറ്റി. അപ്പം ഏത് ഇവൻറ്റിന് മുമ്പും അൺസർട്ടനിറ്റി കൊണ്ടിട്ട് ഒരു ഭയം, ഒരു ഫിയർ സ്റ്റാർട്ട് ചെയ്യും. ആ ഫിയർ ഈ വോളറ്റാലിറ്റി ഭയങ്കരമായിട്ട് കൂട്ടും. ഇൻ ടേൺ ഈ ഭയം, വോളറ്റാലിറ്റി കൊണ്ട് ഈ ഓപ്ഷൻസിൻ്റെ പ്രീമിയം വല്ലാതെ കൂടും. വേറെ ഇപ്പം ഞാൻ റിലയൻസിൻ്റെ കാര്യം തന്നെ എടുക്കാം. റിലയൻസിൻ്റെ പ്രൈസ് 1400 രൂപയാണെന്ന് വിചാരിക്കാം. ഓപ്ഷൻ്റെ ഒരു സ്ട്രൈക്ക് പ്രൈസ് 1410, 1390. ഓക്കെ, ഇപ്പോൾ റിസൾട്ടിന് മുമ്പ് ഇപ്പോൾ 1410, 1390 ഓപ്ഷൻ്റെ പ്രീമിയം 30 രൂപയാണെന്ന് വെച്ചു. അത് റിസൾട്ടിന് മുമ്പ്, ആ റിസൾട്ട് അടുക്കുന്നതോടുകൂടി 30 എന്നുള്ളത് 40, 50 അങ്ങ് പോകും. എന്നുവെച്ചാൽ റിസൾട്ട് പോസിറ്റീവ് ആകുമോയെന്നറിയില്ല, നെഗറ്റീവ് ആകുമോയെന്നറിയില്ല, അത് നമുക്കറിയില്ല. അല്ല, അപ്പോൾ റിസൾട്ട് പോസിറ്റീവോ നെഗറ്റീവോ എന്നല്ല, റിസൾട്ടിന് ശേഷം മാർക്കറ്റിൻ്റെ നേച്ചർ എന്താകുമെന്ന് നമുക്കറിയില്ല. അതാണ് അതിൻ്റെ ഇത്. അപ്പം ആ ഒരു ഭയം കൊണ്ട് ആ പ്രീമിയം അങ്ങ് കൂടും. 30 രൂപ എന്ന് പറയുന്ന പ്രീമിയം 40, 45 ഒക്കെ ആയിട്ടും കൂടും. റിസൾട്ട് അങ്ങോട്ട് പോകുമ്പോൾ, ആ ഇവൻ്റ് കഴിയുമ്പോൾ ആ ഭയം മാറി. ഇപ്പം മാർക്കറ്റിന് അറിയാം ഇതാണ് സംഭവിച്ചിരിക്കുന്നത്, ഇതാണ് സംഭവിക്കാത്തത്. അത് മാർക്കറ്റിന് മനസ്സിലായി. വൺസ് അത് മനസ്സിലാവുമ്പോൾ ഇതേ പ്രീമിയം ഷ്രിങ്ക് ആവും. ഈ 45 പോയത് നേരെ 25 വരും. റിലയൻസിൻ്റെ പ്രൈസ് 1400 തന്നെ നിന്നാൽ. ഓക്കെ, അപ്പോൾ ഈ വോളറ്റാലിറ്റി കൂടുമ്പം പ്രൈസ് കൂടുന്നു, വോളറ്റാലിറ്റി കുറയുമ്പോൾ പ്രൈസ് കുറയുന്നു. ഈ ആൾ അതർ ഫാക്ടേഴ്സ് ആർ സെയിം. ഏറ്റവും വലിയ ഫാക്ടേഴ്സ് അണ്ടർലൈങ്ങിൻ്റെ പ്രൈസാണ്. ഫോർ എക്സാമ്പിൾ റിലയൻസ് 1400 രൂപ എന്ന് പറയുന്നത്, അതാണ് ഒരു ബേസ് ഫാക്ടർ. അങ്ങനെ എല്ലാ ഫാക്ടേഴ്സും അതുപോലെ നിന്നാൽ ഈ ഓപ്ഷൻസിൻ്റെ പ്രീമിയം ഷ്രിങ്ക് ആകുന്നു ബിക്കോസ് ഓഫ് വോളറ്റാലിറ്റി. സർ, ഈ റിസൾട്ടുകൾക്ക് പിന്നാലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നടത്തുന്ന നീക്കങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ടാണ്? ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ വരുന്ന മാറ്റങ്ങൾ ഓഹരിയുടെ ലോങ് പ്രൈസ് ട്രെൻഡിനെ എങ്ങനെ ബാധിക്കുന്നു? ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സാണ് എല്ലാം തീരുമാനിക്കുന്നത്. വളരെ സ്മാർട്ട് ഇതായിട്ട് പറഞ്ഞാൽ നമ്മളതിനെ വിളിക്കുന്നത് സ്മാർട്ട് മണി എന്നാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇതിനെ വിളിക്കുന്നത്. 2 തരം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സാണ് നമുക്കുള്ളത്. ഒന്ന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അതിനെ FPI എന്ന് പറയും, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ്. രണ്ടാമത് നമ്മുടെ ലോക്കൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ LIC പോലുള്ള സ്ഥാപനങ്ങൾ, മ്യൂച്വൽ ഫണ്ട്സ്, മറ്റുള്ള ഇൻഷുറൻസ് കമ്പനീസ്, ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ലോക്കൽ ഇൻഷുറൻസ് കമ്പനീസ്. ഇവർ വലിയൊരു ക്യാപിറ്റലുമായിട്ടാണ് വരുന്നത്. ഈ മാർക്കറ്റിനെ പിടിച്ച് കുലുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഒരു ക്യാപിറ്റലുമായിട്ടാണ് ഇവർ വരുന്നത്. ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് രൂപ അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും മാർക്കറ്റിനെ. അപ്പോൾ നമുക്കൊരു മെത്തേഡുണ്ട് എങ്ങോട്ടാണ് ഇത് പോകുന്നതെന്ന് അറിയാനായിട്ട്. ഒരു സിമ്പിൾ ഒരു പ്രഷർക്ക് വേണ്ടി പറയാം. VWAP എന്ന് പറയുന്നൊരു ഇതുണ്ട്, വോള്യൂം വെയ്റ്റഡ് ആവറേജ് പ്രൈസ്. അപ്പോൾ VWAP ആണ് ഒരു ഇൻഡിക്കേറ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മണി ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷെയർ പ്രൈസ് VWAPൻ്റെ പ്രൈസിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സേഫാണ്. വോള്യൂം വെയ്റ്റഡ് ആവറേജ് പ്രൈസിൻ്റെ മുകളിൽ നമ്മൾ സേഫാണ്. അതിന് താഴെയാണെന്നുണ്ടെങ്കിൽ അത് താഴേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ VWAP എന്ന് പറയുന്നത് സിമ്പിൾ ഇൻഡിക്കേറ്റർ, എല്ലാ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമും നിങ്ങൾക്ക് തരുന്നൊരു ഇൻഡിക്കേറ്ററാണത്. അതൊരു മെത്തേഡ്. രണ്ടാമത് ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ അനലൈസ് ചെയ്യും. എവിടെയാണ് മാക്സിമം അക്യൂമുലേഷൻ ആയിട്ടുള്ളത് അത് നമുക്ക് കാണാൻ കഴിയും ഓപ്പൺ ഇൻട്രസ്റ്റിൽ. ആ ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിലൂടെ നമ്മൾ നോക്കും. പിന്നെ എല്ലാ ദിവസവും വൈകിട്ട് എനിക്ക് തോന്നുന്നു അറൗണ്ട് 7 o'clock NSE FIA ഡാറ്റ ആയിട്ട് വരും. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡാറ്റ ആയിട്ട് വരും. 2-3 ദിവസത്തെ ഡാറ്റ നോക്കുമ്പോൾ നമുക്കൊരു ട്രെൻഡ് മനസ്സിലാവും. FIA ഇങ്ങോട്ട് പണം കൊണ്ടുവരികയാണോ പണം കൊണ്ടുപോവുകയാണോ എന്ന് മനസ്സിലാവും.
അപ്പം അതും ഒരു മെത്തേഡാണ്. ഈ 2-3 മെത്തേഡിൽ കൂടെ നമ്മളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ സ്മാർട്ട് മണിയുടെ മൂവ്മെൻറ്റ്. സ്മാർട്ട് മണിയാണ് മാർക്കറ്റിലെ ഷെയർ പ്രൈസിനെ കൺട്രോൾ ചെയ്യുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. രണ്ടാമത് എന്തോ ഒന്ന് ചോദിച്ചിരുന്നല്ലോ, സ്ട്രക്ചർ ചോദിച്ചു അല്ലേ. ഏത് കമ്പനിയാണെങ്കിലും അതിൻ്റെ ഏറ്റവും വലിയ ഫാക്ടറാണ് കമ്പനിയുടെ മാനേജ്മെൻറ്റ്. അത് മാനേജ്മെൻറ്റ് എത്തിക്കലാണോ, മാനേജ്മെൻറ്റ് കേപ്പബിലിറ്റി എത്രയുണ്ട്, എത്ര സ്മാർട്ടാണ് മാനേജ്മെൻറ്റ്, ഇതൊക്കെ ഈ ബേസിലാണ്. അതാണ് വലിയൊരു ഇൻഡിക്കേറ്റർ. അപ്പോൾ അതിൻ്റെ കമ്പനിയുടെ സ്ട്രക്ചർ മാറുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ മാനേജ്മെൻറ്റ് പോകുന്നു, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഓണർഷിപ്പ് പോകുന്നു, പുതിയ ഓണർഷിപ്പ് വരുന്നു, അതൊരു വലിയ റിസ്ക് ഫാക്ടറാണ്. ഓണർഷിപ്പ് 2-3 രീതിയിൽ വരാം. പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ആരെങ്കിലും കൊണ്ടുവന്നിട്ട് ഓണർഷിപ്പ് കൊണ്ടുവരാം. അങ്ങനെ 2-3 രീതിയിൽ വരാം. ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ആ എക്സിസ്റ്റിംഗ് സ്ട്രക്ചറിനെ തൊട്ടാൽ, അതായത് മാനേജറിയൽ സ്ട്രക്ചറിനെ തൊട്ടാൽ, ക്യാപിറ്റൽ സ്ട്രക്ചറിനെ തൊട്ടാൽ അതൊരു വളരെ സെൻസിറ്റീവായിട്ട് മാർക്കറ്റ് കാണുന്നൊരു കാര്യമാണ്. 2 രീതിയിലാകാം, പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. പക്ഷെ അതൊരു സെൻസിറ്റീവ് ഇൻഫർമേഷനാണ്. ഈ മാർക്കറ്റിന് ഈ മാനേജ്മെൻറ്റ് സ്ട്രക്ചറിനെ തൊടുക എന്ന് പറയുന്നത് വളരെ വളരെ സെൻസിറ്റീവ് ഒരു ഇൻഫർമേഷനാണ്. റിസൾട്ട് സീസണിൽ വരുമാനവും ലാഭവും നോക്കുന്നതിനോടൊപ്പം കമ്പനിയുടെ കടബാധ്യതകൾ കൂടെ വിശകലനം ചെയ്യേണ്ടത് അനിവാര്യമാണോ സർ? അതുപോലെ ഇൻട്രസ്റ്റ് റേഷ്യോ ഉയരാനുള്ള സാഹചര്യത്തിൽ കമ്പനിയുടെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഫണ്ടമെൻ്റൽസിനെ എങ്ങനെ സ്വാധീനിക്കും? ഇത് ഡെറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഏത് ബിസിനസ്സാണെന്നുണ്ടെങ്കിലും. അപ്പോൾ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് നമ്മൾ പറയും. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ കടമുണ്ട്, എത്ര നമ്മുടെ സ്വന്തം പണമുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഇൻഡിക്കേറ്ററാണ്. ചില ഇൻഡസ്ട്രീസൊക്കെ നമ്മൾ എടുക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ബാങ്കിങ് അതുപോലുള്ള ഇൻഡസ്ട്രീസ് എടുക്കുമ്പോൾ ഈ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. പെർട്ടിക്കുലർലി ഡെറ്റ് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുന്ന കമ്പനീസുണ്ട്. അദാനി എൻ്റർപ്രൈസ് പോലുള്ള കമ്പനി ഒരു പ്രോജക്റ്റ് കിട്ടുമ്പോൾ അവരെ പ്രോജക്റ്റ് മുഴുവൻ ഫൈനാൻസ് ചെയ്യുന്നത് ഡെറ്റിൽ നിന്നാണ്, ലോൺസ് എടുത്തിട്ടാണ്. അത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലോൺ ആയിക്കോട്ടെ, ബാങ്കിൻ്റെ ലോൺസ് ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ LIC പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള പണമായിക്കോട്ടെ. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ് അങ്ങനെയുള്ള കമ്പനീസിന്. പക്ഷേ ഡെറ്റില്ലാതെ ചെയ്യാനും കഴിയില്ല. ഡെറ്റില്ലാത്ത കമ്പനീസ് ഉണ്ട് കേട്ടോ, സീറോ ഡെറ്റ് കമ്പനീസ് ഉണ്ട്. വലിയ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇല്ലാത്ത കമ്പനി. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫാക്ടറികൾ, മിഷനറി, ഇങ്ങനെയുള്ള എക്സ്പെൻഡിച്ചർ, സ്ഥലം, പവർ, ഇങ്ങനെയുള്ള വലിയ വലിയ എക്സ്പെൻഡിച്ചർ ഇല്ലാത്ത കമ്പനീസിന് അത്ര ഡെറ്റിൻ്റെ ആവശ്യം വരില്ല. ഈ IT സെക്ടർ പോലുള്ളതിന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വളരെ ലിമിറ്റഡാണ്. അപ്പോൾ അവർക്ക് വലിയൊരു ഡെറ്റിൻ്റെ ആവശ്യം വരില്ല. അതൊക്കെ ഡെറ്റ് ഫ്രീ കമ്പനീസ് ആയിരിക്കും. ഇത് ഇൻട്രസ്റ്റ് റേറ്റ് ഒരു വലിയ ഫാക്ടറാണ്. ഈ ഡെറ്റ് റേസ് ചെയ്യാനായിട്ടൊരു വലിയൊരു ഫാക്ടറാണ്, ഒരു കോസ്റ്റാണ് ഇൻട്രസ്റ്റ് റേറ്റ്. ഇതിൻ്റെ കാര്യം എന്നറിയോ, ഇപ്പം ഞാനൊരു ബിസിനസ് തുടങ്ങുന്ന 1000 രൂപ വെച്ചിട്ട് എനിക്ക് പ്രോഫിറ്റ് കിട്ടുന്നു 100 രൂപ. 1000 രൂപയ്ക്ക് 100 രൂപ കിട്ടുന്നു. ഞാൻ ഒരു 4000 രൂപയുടെ ലോൺ എടുക്കുന്നു. എന്നിട്ട് അപ്പോൾ 5000 രൂപയായി. 4000 രൂപ ലോൺ എടുക്കുന്നത് ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു 300 രൂപ ഇൻട്രസ്റ്റ് കൊടുക്കുന്നു വെച്ചു. 4000 രൂപയ്ക്ക് എനിക്ക് പ്രോഫിറ്റ് 400 രൂപ ഉണ്ടാക്കുന്നു ഞാൻ. അപ്പം 4000 പ്ലസ് 1000, 5000 രൂപ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, 1000 രൂപ ഇക്വിറ്റി, 4000 രൂപ ഡെറ്റ്, എൻ്റെ പ്രോഫിറ്റ് 500 രൂപ. അതിൻ്റെ എൻ്റെ കോസ്റ്റ് 300 രൂപ എന്ന് വെച്ചു. 200 രൂപ പ്രോഫിറ്റ് എൻ്റെ. അപ്പോൾ എൻ്റേതല്ലാത്ത പണം കൊണ്ടിട്ട്, എൻ്റേതല്ലാത്തൊരു ക്യാപിറ്റൽ കൊണ്ടിട്ട് എനിക്ക് എൻ്റെ പ്രോഫിറ്റ് ഞാൻ ഡബിളാക്കി. അപ്പോൾ ഇത് കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റാണ്. ഡെറ്റിൻ്റെ അവൈലബിലിറ്റി അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റാണ്. മോസ്റ്റ് ഓഫ് ദ കമ്പനീസ്, പക്ഷേ ചില കമ്പനീസിന് ആവശ്യം വരില്ല. മോസ്റ്റ് ഓഫ് ദ കമ്പനീസിന് ഡെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഏറ്റവും ഡിസൈഡിങ് ഫാക്ടറാണ് കോസ്റ്റ് ഓഫ് ദ മണി, കോസ്റ്റ് ഓഫ് ദ ഡെറ്റ്, ഇൻട്രസ്റ്റ് എത്ര കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളത്. അത് വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ ഞാൻ 4000 രൂപ ഡെറ്റ് എടുത്തിട്ട് 300 രൂപ ഇൻട്രസ്റ്റ് കൊടുക്കുന്നതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. 4000 രൂപ ഡെറ്റ് എടുത്തിട്ട് ഇപ്പം 420 രൂപ ഇൻട്രസ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ എടുക്കുകയില്ല, ചെയ്യുകയില്ല, എൻ്റെ എക്സ്പാൻഷനും ഇല്ല, അതങ്ങ് നിന്ന് പോകും. അപ്പോൾ അങ്ങനെയുള്ള പണത്തിൻ്റെ ലഭ്യത ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ്. വിത്ത് എ റീസണബിൾ കോസ്റ്റ്. റീസണബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അഫോർഡബിൾ റീസണബിൾ കോസ്റ്റിൽ ഈ ഡെറ്റ് ഇക്വിറ്റിയുടെ വലിയൊരു ആവശ്യകതയുണ്ട്. അത് റിസർവ് ബാങ്കും അത് മാനേജ് ചെയ്യാറുണ്ട്. അത് എത്രയാണ് ഇതെന്നുള്ളത് റിസർവ് ബാങ്ക് അവരുടെ റെപ്പോ റേറ്റ്, റിവേഴ്സ് റെപ്പോ റേറ്റ്, അതിലൂടെ അത് മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെറ്റ് ബിസിനസ്സിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ്. ഡെറ്റും കോസ്റ്റ് ടു ഡെറ്റും ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ്.
സർ, ഈ റിസൾട്ടുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണല്ലോ സംസാരിച്ചത്. ഇത് പ്രേക്ഷകർക്ക് വളരെ ഉപകാരപ്രദമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ നമ്മളത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ കൂടുതൽ സ്റ്റോക്ക് മാർക്കറ്റ് അപ്ഡേറ്റുകൾക്കും ഇൻഡെപ്ത് അനലൈസിസിനുമായിട്ട് മൈഫിൻ ടി വിയുടെ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ മൈഫിൻ ടി വി ലഭ്യമാണ്. അടുത്ത ഒരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ ടി വി ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.